മാർച്ച് 8 ലോക വനിതാ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ ആദരിക്കുകയും അവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ദിവസം. പയ്യന്നൂർ അന്നൂരിലെ സഹോദരിമാരായ വടക്കേ വീട്ടിൽ ജാനകിയും പത്മാവതിയും ചൂല് നിർമ്മാണത്തിലൂടെ അധ്വാനത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും നല്ല പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുകയാണ്. ചൂല് നിർമ്മാണത്തിലൂടെ വരുമാനം നേടുകയും അതുകൊണ്ട് പരാശ്രയമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഈ സഹോദരിമാർ മാറുന്നത്. ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇരുവരും ഈ രംഗത്ത് സജീവമാണ്. വയലുകളിൽ നിന്നും ശേഖരിക്കുന്ന ചൂത് ഉപയോഗിച്ചാണ് ചൂല് നിർമ്മാണം. അന്നത്തെ കാലത്ത് ഇതൊരു ഉപജീവന മാർഗമായിരുന്നുവെന്ന് ഇരുവരും സാക്ഷ്യപ്പെടുത്തുന്നു. ചൂതുമാച്ചി ഉണ്ടാക്കുന്നത് ഒരുപാട് കാലമായി അമ്മേൻ്റെ അമ്മയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അവരെല്ലാം ഇത് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പം ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇത് പാടിന്ന് കുണിയൻ, കൂർക്കാവ്, തട്ടാറുകടവിൻ്റെ കൊണ്ട് പോയി കാരയിൽ തൽച്ചാലം ഇവിടെ എല്ലാം പോയിട്ട് ഇത് പറിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാവശ്യം ഇപ്പം എടാട്ട് കോളേജിൻ്റെ അങ്ങോട്ടും കുഞ്ഞുമംഗലം റോഡിൽ. നമ്മൾ ഈ ചൂതുമാച്ചി ഉണ്ടാക്കുന്നത് ചെറുപ്പകാലത്തിൽ പിന്നെ അമ്മേരമ്മയും അവരെ അമ്മ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പം നമ്മളിത് പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ചെറിയ ചൂത കിട്ടുക. അന്നേരം നമ്മളമ്മ വയനാട്ടിൽ പനമരം, മാനന്തവാടി അങ്ങനെയെല്ലാം പോയിട്ട് ഒരാഴ്ച 2 ആഴ്ച നിന്നിട്ട് പൊരിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് മാച്ചി ഉണ്ടാക്കൽ. പക്ഷേ അന്നത്തെ കാലത്ത് ഉപജീവനം കഴിച്ച് നിന്നുകൊണ്ട് ഈ ചൂതുമാച്ചി ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ കാലത്ത്. പിന്നെ അതിനുശേഷം അമ്മമ്മ മരിച്ചു, അമ്മേരമ്മ മരിച്ചു. അമ്മയും മരിച്ചതിന് ശേഷം ഞങ്ങൾ ഇപ്പം ആ പഠിച്ചതുകൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മളിപ്പം കുക്കിങ് ചെയ്ത് നമ്മൾ ഉപജീവന മാർഗം ചെയ്യുന്നുണ്ട് ഇതിനെക്കൊണ്ട്. ഇതെന്ന് വെച്ചാൽ ചൂതിൻ്റെ വെച്ചാൽ നല്ല ചൂതാണ്. എന്ന് വെച്ചാൽ പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിയോ അങ്ങനത്തെ ഒന്നും ചെയ്യൂല. നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, ഷോപ്പുകളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അമ്പലങ്ങളിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. തലയന്നേരി, അന്നൂരമ്പലം ഇങ്ങനെയുള്ള സ്ഥലത്ത് സ്ഥിരമായിട്ട് കൊല്ലത്തിൽ കൊണ്ടു കൊടുക്കും. പാട്ടിനും പൂരത്തിനും 2 സമയത്തും തലേന്നേരി കൊണ്ടു കൊടുക്കും. മറ്റുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ ഉത്സവ സമയത്ത് കൊട്ടണശ്ശേരി ആൾ നേർച്ചയാക്കിയിട്ട് കൊടുക്കലുണ്ട്. അവിടുത്തെ ഒരു ദൈവത്തിന് പിന്നെ ചൂതുമാച്ചി നേർച്ചയാണ്, അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കും കൊട്ടണശ്ശേരി. മുമ്പ് കിട്ടുന്നത് മാതിരി ഈ ചൂത് സുലഭമായി കിട്ടുന്നില്ല. അത് മാത്രമല്ല, ഇതിന് മുമ്പേ ഉണ്ടാക്കുക മുണ്ടേനെ കൊണ്ടുള്ള കയറാണ്. ഇപ്പം മുണ്ട നാട്ടിൽ കിട്ടാനില്ലാത്തത് കൊണ്ട് ചൂതിനെ കൊണ്ടുതന്നെയാണ് നമ്മൾ കയറി പിടിച്ചിട്ട് ചൂതുണ്ടാക്കുന്നത്, മാച്ചി ഉണ്ടാക്കുന്നത്. ചൂത് ഇഴകൾ ചാരം ചേർത്ത് പിരിച്ച് കയർ മെനഞ്ഞെടുക്കും. പിന്നീട് ഒതുക്കി വെച്ച ചൂതുകൾ ചേർത്ത് വെക്കും. ഇങ്ങനെയാണ് ചൂൽ നിർമ്മാണം. ഒരു കാലത്ത് വൻ ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ആവശ്യക്കാർ കുറഞ്ഞു വരുന്നത് തൊഴിലിനെ ബാധിച്ചിട്ടുണ്ട്. വീടുകളിലെയും തറവാടുകളിലെ പൂജാമുറികളും ക്ഷേത്രങ്ങളും തൂത്തുവാരാനായാണ് ചൂത് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. 3 Dots Media, പയ്യന്നൂർ.